നമുക്ക് അടുത്ത വാർത്തയിലേക്ക് പോകാം. റിപ്പോർട്ടർ ബ്രേക്കിംഗ്. മലപ്പുറം തിരൂരിൽ മസാജ് സെന്ററുകൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന വൻ തട്ടിപ്പാണ്. മസാജ് സെന്ററിന്റെ മറവിൽ ഹണി ട്രാപ്പ് ഉൾപ്പെടെ നടക്കുന്നതായിട്ടാണ് വിവരം. പല സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നത് മതിയായ രേഖകൾ ഇല്ലാതെയാണ്. ബ്യൂട്ടി പാർലറിനായുള്ള ലൈസൻസ് എടുത്ത് മസാജ് സെന്ററുകൾ നടത്തുന്നതാണ് രീതി. മസാജ് സെന്ററുകൾ കേന്ദ്രീകരിച്ച പരിശോധന നടത്തുമെന്നും കർശന നടപടി സ്വീകരിക്കുമെന്നും പോലീസ് വ്യക്തമാക്കി. ഈ സംഭവം ഉണ്ടായ ഉടനെ തന്നെ ഒരു ടീം രൂപീകരിച്ചു. അതിനെ തുടർന്നുള്ള അന്വേഷണം വളരെ ശക്തമായി നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് ഈ പ്രതികളെ പെട്ടെന്ന് തന്നെ പിടികൂടാൻ കഴിഞ്ഞതും അതുപോലെ തന്നെ കവർച്ച ചെയ്യപ്പെട്ട വസ്തുക്കൾ മുക്കാൽ ഭാഗവും ഞങ്ങൾ പിടികൂടാൻ സാധിച്ചു. ഈ സ്ഥാപനത്തിന്റെ ലൈസൻസ് പരിശോധിച്ചപ്പം മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ബ്യൂട്ടി പാർലർ എന്ന രീതിയിലുള്ള ഒരു ലൈസൻസ് മാത്രമേ ഉണ്ടായിരുന്നു. ഇതുപോലെ മസാജ് സെന്റർ അല്ലെങ്കിൽ സ്പാ നടത്തുന്നതിന് ആ രീതിയിലുള്ള ലൈസൻസ് ഒന്നും തന്നെ ഇവരുടെ കൈവശം ഉണ്ടായിരുന്നില്ല. സ്റ്റേഷൻ പരിധിയിലൊക്കെ തന്നെ ഇതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ള കാര്യം അന്വേഷിക്കുകയും അതിനെതിരെയുള്ള ശക്തമായിട്ടുള്ള നിയമ നടപടികൾ ചെയ്യുന്നതായിരിക്കും. സോണലുണ്ട് വിവരങ്ങൾ നൽകാൻ. സോണൽ, അപ്പോൾ ഈ മസാജ് സെന്ററുകൾ കേന്ദ്രീകരിച്ച് പലതരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ നടക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ ഇടയ്ക്കിടെ നമ്മൾ കേൾക്കാറുണ്ട്. ചില അന്വേഷണങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷേ അധികം മുന്നോട്ട് പോകാറില്ല. ഇപ്പോൾ ഈ മലപ്പുറത്ത് ഈ ഒരു സംഭവം തന്നെ ഒരു പരാതി ഉണ്ടായപ്പോഴാണ് ഈ ഹണി ട്രാപ്പിന്റെ കേസുകൾ അതുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചപ്പോഴാണ് അവിടെ ലൈസൻസ് പോലും രേഖകൾ പോലും ഇല്ലാതെയാണ് ഇവരൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അംഗീകൃത ജീവനക്കാർ പോലുമില്ല. വലിയ അപകടം പോലും ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനമാണ് ഇവർ നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടു. ഇതിനപ്പുറത്തേക്ക് കാര്യമായ ഒരു അന്വേഷണം, ഈ ഒരു സംഘത്തെ തന്നെ പൂട്ടുന്ന തരത്തിലുള്ള പ്രവർത്തനം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുമോ? തിരൂരിൽ മസാജ് സെന്ററുകൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ വലിയ തട്ടിപ്പുകൾ നടക്കുന്നത്. മാസങ്ങൾക്ക് മുമ്പ് മറ്റൊരു തട്ടിപ്പിന് ഇവിടെ സാക്ഷ്യം വഹിച്ചതാണ്. അതിൽ പ്രതികളെയൊക്കെ പിടികൂടുന്ന സാഹചര്യം ഉണ്ടായത്. അതിന് പിന്നാലെയാണ് ഇപ്പോഴിതാ തിരൂര് വീണ്ടും ഒരു ഈ സ്പാകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഹണി ട്രാപ്പ് ഉൾപ്പെടെ നടക്കുന്ന വിവരമാണ് പുറത്തു വന്നിട്ടുള്ളത്. ഈ സംഭവത്തിൽ 3 പേർ നിലവിൽ അറസ്റ്റിലായിട്ടുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം നടക്കുന്നത്. അതായത് 8-ാം തീയതിയാണ് മനോജ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ മസാജിനായി ഈ മസാജ് സെന്ററിലേക്ക്, തിരൂരുള്ള മസാജ് സെന്ററിലേക്ക് എത്തുന്നു. അവിടെ വെച്ച് ഇയാളെ വിവസ്ത്രനാക്കിക്കൊണ്ട് ഇയാളെ നഗ്ന ചിത്രങ്ങൾ പകർത്തിക്കൊണ്ട് ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇയാളുടെ കഴുത്തിലുണ്ടായിരുന്ന 1.5 പവൻ വരുന്ന മാല അവർ പൊട്ടിച്ചെടുക്കുന്നു. അതോടൊപ്പം തന്നെ ഇയാളുടെ പക്കലുണ്ടായിരുന്ന 28,500 രൂപയും ഇവർ കൈക്കലാക്കി. ഇയാൾ വന്ന മോട്ടോർ സൈക്കിൾ ഉൾപ്പെടെ ആ സ്പായിലെ ആളുകൾ കൈക്കലാക്കുന്ന സാഹചര്യമുണ്ടായി. ഉടൻ തന്നെ ഇയാൾ പരാതിപ്പെടുന്നുണ്ട്, മനോജ് പരാതിപ്പെടുന്നുണ്ട്. അതിനുശേഷം പോലീസ് എത്തി പരിശോധിച്ചപ്പോൾ സംഭവങ്ങൾ ഉള്ളതാണ് എന്നുള്ളത് വ്യക്തമാകുന്നു. ഇവർക്ക് ഇതുമായി ബന്ധപ്പെട്ട സ്പാ നടത്താനുള്ള, മസാജ് സെന്റർ നടത്താനുള്ള ലൈസൻസുകൾ ഒന്നും തന്നെ ഇല്ല എന്ന് പോലീസ് മനസ്സിലാക്കുന്നു. നിലവിൽ ബ്യൂട്ടി പാർലർ നടത്താൻ വേണ്ടിയുള്ള ലൈസൻസ് മാത്രമാണ് അവർക്കുള്ളത്. പക്ഷേ അംഗീകൃത കോഴ്സുകൾ ചെയ്തവരല്ല ഇവിടെ മസാജ് ചെയ്യുന്നത് എന്നുൾപ്പെടെ കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും ഈ പരാതിയിന്മേൽ ഈ 3 പേരെയും അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ സ്ത്രീകളുടെ പരാതിയിൽ ഈ പരാതിക്കാരനെ, അതായത് മനോജിനെതിരെയും കേസെടുത്തിട്ടുണ്ട്. അവരെ ഉപദ്രവിച്ചു എന്നതുൾപ്പെടെയുള്ള കേസുകൾ, വകുപ്പുകൾ ചുമത്തി തന്നെയാണ് നിലവിൽ മനോജിനെതിരെയും കേസെടുക്കുന്നത്. ഇത്തരം സാഹചര്യങ്ങൾ, അതായത് തിരൂരിൽ മാത്രമല്ല, നമുക്കറിയാം കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ഇത്തരത്തിൽ യാതൊരു ലൈസൻസും ഇല്ലാത്ത മസാജ് സെന്ററുകൾ പ്രവർത്തിക്കുകയും ഇവ കേന്ദ്രീകരിച്ച പലതരത്തിലുള്ള തട്ടിപ്പുകളും ക്രിമിനൽ പ്രവൃത്തികളും നടക്കുന്നുമുണ്ട്.